ഡേ 2 ഇൻ കോഴിക്കോട്. രാവിലെ തന്നെ അർജുനന് പറ്റിച്ചില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടൂല. രാവിലെ മൊത്തം അർജുനും സമറും കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവർ രണ്ടുപേരും ഒരേ പ്രായക്കാരാണെന്നാണ് അർജുൻ വിശ്വസിക്കുന്നത്. പിന്നെ ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞ പോലെ കോഴിക്കോട് വന്ന സൽക്കാരത്തിൻ്റെ പൂരമായിരിക്കും. അപ്പം ഇന്ന് സൽക്കാരം നമ്പർ 2 അറ്റ് അപ്പച്ചി വീട്. അപ്പച്ചി എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ ചേച്ചിയാണ് കേട്ടോ. ആൻഡ് ദേ സ്റ്റേ വെരി ക്ലോസ് ടു അസ്. അങ്ങനെ അവിടെ നല്ല ഫുഡൊക്കെ അടിച്ച് മരുമകന് പിന്നെ ഒരു ഗിഫ്റ്റൊക്കെ കിട്ടി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നിട്ട് എനിക്കും പൂച്ചയ്ക്കും പണ്ടത്തെ പോലെ ഫ്ലെക്സിബിലിറ്റിയും സ്ട്രെങ്ത് ഒക്കെ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്താട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ സമറിനൊരു എൻ്റർടൈൻമെൻറ്റ് കൂടിയായി. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം പിക്കിൾ ബോൾ കളിച്ചു. ഇപ്പോൾ പിക്കിൾ ബോൾ കളിക്കാൻ താല്പര്യമുള്ളവർ കോഴിക്കോടുള്ളപ്പോൾ ഫ്ലൈയിൽ വരാൻ മറക്കണ്ട കേട്ടോ. അപ്പോഴാണ് പൂച്ച ഇതുവരെ പാഡിൽ ടെന്നീസ് കളിച്ചിട്ടില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്ന് പാഡിലും കളിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ 4 പേരും കൂടി പാഡിൽ കളിക്കാൻ പോയി. പിന്നെ കോഴിക്കോടുള്ളപ്പം നമ്മൾ കോഴിക്കോട് ബീച്ചിൽ പോയിട്ടില്ലെങ്കിൽ അതൊരു തെറ്റാണ്. അങ്ങനെ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ കോഴിക്കോട് ബീച്ചിൽ എന്നല്ല ഈ അറ്റ്മോസ്ഫിയറിൽ പോയി. പിന്നെ പിറ്റേ ദിവസം എനിക്കൊരു ഷൂട്ട് ഉണ്ടായിട്ട് കുറച്ച് മുല്ലപ്പൂ മേടിക്കാണ്ട് അങ്ങനെ പാളയത്ത് പോയി മുല്ലപ്പൂവും മേടിച്ചു. കൂട്ടത്തിൽ സമറിന് ഒരു റോസും. നാളെ ഹെക്ടിക് ഡേ ആണ്. എനിക്ക് 2 ഷൂട്ട് ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസും BTS ഒക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.